എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാനാമ്പുഴയുടെ തീരത്താണ്. കാനാമ്പുഴ എന്ന് വെച്ചാൽ കണ്ണൂരിൻ്റെ പേര്. കാനാമ്പുഴയിൽ നിന്നാണ് കണ്ണൂർ എന്ന പേര് പോലും ഉത്ഭവിച്ചിരിക്കുന്നത്. ആ കണ്ണൂരിലെ കാനാമ്പുഴയുടെ അവസ്ഥ ഇപ്പോഴിങ്ങനെയാണ്. കഴിഞ്ഞ സർക്കാർ, അതായത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ 10 വർഷം ഭരിച്ചപ്പോൾ ഇവിടെ നമുക്ക് കയർവിരി അതുപോലെ നടപ്പാതയൊക്കെ ഉണ്ടായിരുന്നു. അത് നടപ്പാത നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ പുല്ലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ വെള്ള വരയൊക്കെ വരച്ച സൈഡിലേക്ക് കൂടി വരച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു പുല്ലും കാടൊക്കെ ഒന്ന് മാറ്റി നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാമ്പുകൾ, അതുപോലെ തന്നെ നടപ്പാതയും കാര്യങ്ങളും ലൈറ്റും പോസ്റ്റും എല്ലാം ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. എല്ലാം കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കയർവിരി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. കാരണം അതൊക്കെ കയർവിരിയല്ല, അഴിമതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കത് മനസ്സിലാകുന്നത് കയർവിരിയാണോ അഴിമതിയാണോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതിലേക്കൂടെ നടക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് സമയമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കോർപ്പറേഷനും അതുപോലെ തന്നെ സർക്കാരും, അപ്പോൾ അവർ തമ്മിൽ ഒരിക്കലും ചേരും, രണ്ടും രണ്ട് സൈഡിലേക്കായിരുന്നു. ഇപ്പോൾ അതിന് നേർ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രദേശം ഇങ്ങനെ കാട് മൂടി കിടക്കുന്നുണ്ട്. കോടികളാണ് ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരുടെ, അതായത് നമ്മൾ ഓരോരുത്തരുടെ നികുതി പണം കൊണ്ടാണ് ഈ ഒരു കാട് ഇങ്ങനെ ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നില്ല? ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? ഇതൊക്കെയാണ് ഇന്ന് കണ്ണൂർ മൗണ്ടൻ പരിശോധിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കണ്ണൂർ മൗണ്ടൻ തന്നെ ഇതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഉണ്ട്. ഇനി അങ്ങോട്ട് നടന്നു പോകാനായിട്ട് പറ്റില്ല. ഇവിടം വരെ ഞാൻ നടന്നെത്തി. നമുക്കറിയാം വലിയ പാമ്പുകളും പെരുമ്പാമ്പും എല്ലാം ഉണ്ട് ഈ ഒരു കാട്ടിൽ. കാരണം ഇത് ഒഴുകുന്നത് കാനാമ്പുഴയുടെ തീരാണ്. കണ്ടോ, ഇത് കാനാമ്പുഴയാണ്. ഈ കാനാമ്പുഴ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നിറയെ പ്ലാസ്റ്റിക്കാണ്. അത് ഒന്ന് നമുക്ക് ജനങ്ങളെയും കുറച്ച് കുറ്റം പറയാം. കാരണം ഈ എല്ലാ സാധനവും കൊണ്ടുപോയിട്ട് അവരുടെ തോട്ടിലും പറമ്പിൻ്റെ അതിർക്ക് കൊണ്ടിടും. പക്ഷെ അവരറിയുന്നില്ല ഈ പറമ്പിൻ്റെ അതിര് അവർക്ക് മാത്രം രേഖയിൽ മാത്രമേ ഉള്ളൂ. ഈ ഒഴുകുന്ന വെള്ളം എല്ലാ സ്ഥലത്തും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് അവരറിയുന്നില്ല. അപ്പോൾ പ്ലാസ്റ്റിക് വിമുക്ത ഒരു അതായത് പ്ലാസ്റ്റിക് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ ജനങ്ങൾ ചെയ്യുന്നില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ തോട്ടിലും പിന്നെ പുഴയിലൊക്കെ കൊണ്ട് എറിയുവാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ നേർക്കാഴ്ച. ഇതാ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഓരോ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് കാണാം. കണ്ടോ, ഫുള്ള് പ്ലാസ്റ്റിക്കുകളാണ്. ഇതാണ് ഇപ്പോഴത്തെ കാനാമ്പുഴയുടെ അവസ്ഥ. നിറയെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജനങ്ങളെയും കുറ്റം പറയാൻ പറ്റും. കാരണം അവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ തന്നെ എല്ലാ സാധനവും വലിച്ചെറിയാനുള്ള ഒരു വേസ്റ്റ് ഡബ്ബയാണ് പുഴ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് തികച്ചും തെറ്റാണ്. അവർക്ക് തന്നെ ഇത് വിനയായി വരും. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ പ്ലാസ്റ്റിക് കാണിച്ചു തരാം. നല്ല പൂക്കളൊക്കെയുള്ള അടിപൊളി താമരയോ ആമ്പലൊക്കെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ ഇതിപ്പോൾ കാണാം, നമുക്കിത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂമ്പാരമായിട്ട് കിടക്കുന്നതും കാണാം. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കണ്ടോ, ഇതാ നിറയെ കാണാം. നിറയെ പ്ലാസ്റ്റിക്, അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. കണ്ടോ, അത്രയും മലിനമായി കിടക്കുകയാണ് നമ്മുടെ കാനാമ്പുഴ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ ഈ വേനൽക്കാലത്ത് കണ്ണൂർ മൗണ്ടനും SN കോളേജിലെ കുട്ടികളും ഇതൊക്കെ വാരിയെടുത്താണ്, ഫുൾ ക്ലീൻ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം, എന്താണ് ഇതൊക്കെ ഇങ്ങനെ ആവാൻ കാരണം ആരാണ്, കാരണക്കാരൻ ആരാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.